അല്ലെ? നമ്മുടെ പ്രാർത്ഥനകളുടെയൊക്കെ പ്രത്യേകത എന്താണ്? നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഒരു ഈണം, ഒരു താളം. ആ ഒരു താളത്തിൽ പോയാലാണ് നമുക്ക് ചെല്ലാൻ പറ്റുള്ളൂ. കൂട്ടത്തിൽ നിന്ന് എന്ത് പ്രാർത്ഥന നമ്മൾ നടത്തും? ഈശോയുടെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിതമായിട്ടുള്ളതാണ് നമ്മളുടെ ഓരോരുത്തരുടെയും വീട്. തിരുഹൃദയത്തിന്റെ പ്രതിഷ്ഠാജപം ചൊല്ലാൻ അറിയാം. ഇതുപോലെ തന്നെ അമ്മമാരോട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ക്ലാസ്സിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഞാൻ അമ്മമാരോട് ചോദിച്ചു, ഈ കുടുംബ പ്രതിഷ്ഠാജപം അറിയാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഒരു അമ്മാമ്മ, ഒരു 70 വയസ്സ് പ്രായം ഉണ്ടാവും, മേക്കാമോതിരമൊക്കെ ഇട്ട് ചട്ടയും മുണ്ടൊക്കെ ഇട്ട് അമ്മാമ്മ എഴുന്നേറ്റ് അച്ഛൻ ഞാൻ ചെല്ലാന്നോ. അമ്മാമ്മ ധൈര്യത്തോടുകൂടി നെഞ്ചും വിരിച്ച് ഇങ്ങോട്ട് വരുന്നുണ്ട്, മൈക്ക് ഇങ്ങോട്ട് മേടിച്ച്. എന്നിട്ട് അമ്മാമ്മ ചോദിച്ചു, അച്ഛാ ഇത്ര ഉള്ളത് വേണോ ഇത്ര ഉള്ളത് വേണോ? അപ്പൊ ഞാൻ പറഞ്ഞു ദൈവമേ. അപ്പൊ അമ്മാമ്മ പറയണം, അച്ഛാ അല്ലേ അങ്ങനെയില്ലേ, ഇത്ര രണ്ടെണ്ണം ഉണ്ടാ? ആ അതെ കണ്ട ഉത്തരം പറഞ്ഞ ആദ്യ വെള്ളിയാഴ്ച ചെല്ലാനായിട്ട് വെറുതെ സെപ്പറേറ്റ് ഒരു പീസ് ഉണ്ട്, അത് ഇത്തിരി നീളമുള്ള, അതറിയാമോ? കാണാപ്പാടം. ആ കാണാപ്പാടം അറിയില്ല. കണ്ട, അതാണ് ചില പ്രാർത്ഥനകൾ. ഈ അമ്മാമ്മ എന്നിട്ട് ആദ്യ വെള്ളിയാഴ്ച ചെല്ലണ ജപം വെറുതെ പുല്ലുപോലെ അങ്ങോട്ട് ചെല്ലുക. സത്യമായിട്ട് എനിക്കറിഞ്ഞൂടാ. അപ്പൊ ഞാനിങ്ങനെ നിൽക്കുക. പ്രിയമുള്ളവരെ, വേറൊരു കുഞ്ഞി കുടുംബ പ്രതിഷ്ഠാ ജപം ഉണ്ട്. അതെൻ്റെ എനിക്കിഷ്ടപ്പെട്ടൊരു അച്ഛനുണ്ട്. അച്ഛൻ ഞങ്ങളുടെ ഇടവകയിൽ, മീൻസ് ഞങ്ങളുടെ രൂപതയിലുള്ളതാണ്. പാടശ്ശേരി അച്ഛനാണ്, ജോർജ് പാടശ്ശേരി അച്ഛൻ. 82-ാമത്തെ വയസ്സിൽ ഈ ഒരു 5-8 മാസം മുമ്പ് മരിച്ചു. വളരെ സന്തോഷമായിട്ട് ജീവിച്ച് സന്തോഷമായിട്ട് മരിച്ച്. ഇത് മരണത്തിൻ്റെ സമയത്ത് പോലും അച്ഛനിങ്ങനെ പറയുമായിരുന്നു, എടാ എനിക്ക് അധികം നാൾ കിടക്കണ്ട, നടന്നു മരിക്കണം, പക്ഷെ ഒരു 3 ദിവസം കിടക്കണം, എന്നാലാണ് ആൾക്കാരൊക്കെ അറിഞ്ഞു വരുള്ളൂ എന്ന് പറഞ്ഞു. അത് കൃത്യമായിട്ട് തമ്പുരാൻ അറിഞ്ഞ് 3 ദിവസം കിടന്നു അതായിട്ട് മരിച്ചു. അപ്പം അച്ഛൻ പറയുന്ന ഒരു കാര്യമുണ്ട്. അച്ഛൻ ചെറിയൊരു കുടുംബ പ്രതിഷ്ഠാജപം ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, ഈശോയുടെ മധുരമുള്ള തിരുഹൃദയമേ എൻ്റെ ഹൃദയം നിൻ്റെ ഹൃദയം പോലെ ആക്കണേ. പഴയ അമ്മമാർ പഠിപ്പിച്ചിട്ടൊരു സുഹൃദയമാണ്. അത് കുറച്ചും കൂടിയും ഭംഗിയായിട്ട് ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ എൻ്റെ ഹൃദയം നിൻ്റെ ഹൃദയത്തിന് അതാണ് കറക്റ്റ്. എന്തുകൊണ്ടാണ്? ഒത്തതാക്കണമേ എന്നാണ്.